സുഹൃത്തുക്കളെ, ഞാൻ ചെയ്യുന്ന വീഡിയോ കൊല്ലൂർ മൂകാംബിയിൽ നിന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് മൂകാംബിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീഡിയോയുടെ പ്രത്യേകത കഴിഞ്ഞ കോവിഡ് സമയത്തുള്ള പോലെ വളരെ തികച്ചും ശാന്തമായിട്ട് അധികം ജനങ്ങളില്ലാത്ത രീതിയിൽ അമ്പലത്തിൽ വെളുപ്പിന് വന്നു. ക്യൂയും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ക്യൂ തുറക്കുമ്പോഴുള്ളൊരു 10-20 പേര് നന്നായിട്ട് ദർശനം കിട്ടി. അപ്പോൾ ആ ദർശനത്തിൻ്റെ ഒരു സൗഭാഗ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു തിങ്കളാഴ്ച ആയിരുന്നു. ഞാൻ ശനിയാഴ്ച രാത്രി പോന്നു, ഞായറാഴ്ച ചെക്ക് ഇൻ ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരം ദർശനം കിട്ടി. തിങ്കളാഴ്ച വീണ്ടും ദർശനത്തിന് വന്നു. അപ്പോൾ ഉള്ള സമയമാണ് ഇപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വന്ന ആൾക്കാർക്ക് അറിയാം, രാവിലെ ഈ സമയത്ത് ഇത്രയും ഒരു തിരക്കില്ലാണ്ട് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാറില്ല. ഇവിടെയാണ് നമ്മൾ ഇരുത്തുന്നതും അതുപോലെ തന്നെ അരങ്ങേറ്റം നടത്തുന്നതിന് ആൾക്കാർ ഇവിടെയാണ്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ എല്ലാം വെളുപ്പിന് തന്നെ തിരക്കായിരിക്കും. ഈ ക്യൂയിലൂടെ അത് കണക്ട് ചെയ്താണ് നമ്മൾ കയറുന്നത്. ഇപ്പോൾ നോക്കി ആൾക്കാർ നേരിട്ട് കയറുകയാണ്. നേരിയൊരു മഴയും കൂടി പെയ്തുകൊണ്ട് അവിടുത്തെ ഫ്ലോറെല്ലാം നനഞ്ഞല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. പൊതുവേ നീറ്റാണ്, എന്നാലും നനഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നമ്മുടെ ബന്ധുക്കളെ കാണിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ സമയം, ഈ ദിവസം വളരെ ഇങ്ങനത്തെ ദിവസങ്ങളായിരിക്കും അനുയോജ്യം. ഇതാണ് 500 ക്യൂ. ഒരു മനുഷ്യരവിടെ ഇല്ല. അപ്പോഴത്തെ 100 ക്യൂ ഉണ്ട്. അവിടെ ഒന്നും ആരുമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിനകത്ത് തന്നെ രാവിലെ 5:10 കയറിയിട്ട് ഈ 5:40 കൊണ്ട് 3 പ്രാവശ്യം അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു, 1 പ്രാവശ്യം പുറത്തുനിന്നും തൊഴുതു. പിന്നെ ഈ തുളസിത്തറ, ഇത് വീരഭദ്ര സ്വാമിയുടെ ഇടത്തെ വശത്താണ്. തുളസിത്തറയിലെ ആൾക്കാർ പ്രാർത്ഥിച്ച് വലം വെക്കണ കാണാറുണ്ട്, ചില ആൾക്കാർ ചെയ്യാറുണ്ട് കേട്ടോ. തുളസിത്തറയുടെ ഒരു വശത്തായിട്ടാണ് ദേവീനെ എഴുന്നള്ളിക്കുന്ന പല്ലക്കുള്ളത്. സാധാരണ 3 പ്രാവശ്യം അടികയുടെ തലയിൽ വെച്ചിട്ട് ശിരസിൽ വെച്ചിട്ടാണ് പ്രദക്ഷിണം നടത്തുന്നത്. അതിനുശേഷം ചെറിയൊരു പല്ലക്കിലോട്ടും അതിനുശേഷം ഈ വലിയ പല്ലക്കിലോട്ടാണ് മാറ്റുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അത് കണ്ടിട്ടുണ്ടാകും. പ്രദക്ഷിണത്തിന് നിൽക്കുന്ന ആൾക്കാർ ഈ ദേവിയുടെ പ്രദക്ഷിണത്തിന് പുറകെ തന്നെ ആൾക്കാരും അനുഗമിക്കും. അത് കഴിഞ്ഞ് അവസാനം യാത്ര ചെറിയ രഥത്തിൽ നടത്തുമ്പോഴേക്കും ഒരു നാണയങ്ങളും എറിഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ശയനപ്രദക്ഷിണം നേരുന്ന ആൾക്കാർ മൂകാംബിയിലാണെങ്കിൽ ഇങ്ങനത്തെ ദിവസമാണ് ഏറ്റവും അനുയോജ്യം. തിരക്കുണ്ടാവില്ല. കാരണം ശയനപ്രദക്ഷിണം നടത്തിയ ആൾക്കാർക്ക് അറിയാം, നമ്മൾ അമ്പലം 4 വശവും കറങ്ങി വരണം. ഒരു വശം കറങ്ങി കഴിയുമ്പോൾ തന്നെ തല കറങ്ങി തുടങ്ങും. അപ്പോൾ ഈ വിശേഷ അമ്പലങ്ങളായ ശബരിമല, ഗുരുവായൂർ, മൂകാംബി, ഇവിടെയൊക്കെ നമ്മൾ ശയനപ്രദക്ഷിണം നടത്തുമ്പോൾ തിരക്കുള്ള ദിവസമാണെങ്കിൽ മനസ്സമ്മാനത്തോടെ നടത്താനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെയാണ് സാധാരണ ഹോമങ്ങൾ നടക്കുന്നതും അതേപോലെ അധികമാർ വന്ന് നമ്മളെ ഇരുത്തി നാളും പേരും ചോദിച്ച് മന്ത്രോച്ചാരണം നടത്തുന്ന സ്ഥലമാണ്. ഇവിടെയും തിരക്ക് ഈ സമയത്തില്ല. ഹോമങ്ങൾ നടക്കാനുണ്ടെന്ന് അതിൻ്റെതായിട്ടുള്ള മരത്തിന് മുട്ടികളും ബാക്കിയുള്ള കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഹോമത്തിൻ്റെ അവർ തീ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഹോമത്തിൻ്റെ ആയിട്ടുള്ള തിരക്കുകളില്ല, സാവകാശം ഉണ്ടാവുള്ളൂ ഇന്നത്തെ ദിവസങ്ങളിൽ. ഇവിടെയാണ് നമ്മൾ നാളികേരം ഉടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ചെറിയ ചെറിയ അമ്പലങ്ങൾ, 7 അമ്പലങ്ങളുണ്ട്. ഹനുമാനുണ്ട്, ചാമുണ്ടേശ്വരി ഉണ്ട്, മഹാഗണപതി ഉണ്ട്, സംഗമേശ്വരുണ്ട്. അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അറിയപ്പെടുന്ന മറ്റ് ദൈവങ്ങൾ ഇവിടെ 7 ചെറിയ അമ്പലങ്ങളാണ് ഇവിടെ ഉള്ളത്. രാവിലെ ഗോപൂജ സമയത്ത് നട അടയ്ക്കും. അടയ്ക്കുമ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. തന്ത്രി വന്ന് ഗോക്കളെ പൂജിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത ശേഷം അവർ കഴിച്ച ശേഷം അവരവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അവരെ കൂടാരത്തിൽ കൊണ്ടേ കെട്ടും. എന്നിട്ട് ആ സമയത്ത് തുറക്കുള്ളൂ. വീണ്ടും ഒരു ദർശനത്തിൻ്റെ സൗഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താണ്. താങ്ക് യു.